ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോ എല്ലാവരും ഒക്കെ കണ്ടു. അപ്പൊ കണ്ടിട്ടില്ലാത്തവരുണ്ടോ ഒന്ന് കയറി കാണണേ. നമ്മൾ ഇവിടുന്ന് താമസം മാറുകയാണ്. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അപ്പൊ പുതിയ വീടും അതുപോലെ തന്നെ ചുറ്റും പരിസരവും ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഫുഡ് കഴിക്കണം. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ഓർത്തു വന്നാൽ പിന്നെ ഒരു വീഡിയോ ഇട്ടേക്കാം എന്ന് ഓർത്തു. ഏതായാലും നമുക്കിപ്പം വെളിയിൽ പോയൊന്നും വീഡിയോ ചെയ്യാൻ പറ്റില്ല. അത് വേറൊന്നുമല്ല, മഴയാണ്. അതുപോലെ തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ പുറത്തു പോക്കൊക്കെ ഉള്ളൂ. ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് പുറത്തു പോകാറില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ആരൊക്കെയോ ചോദിച്ചായിരുന്നു, ആരോ ഒരാൾ ചോദിച്ചു രാമയ്ക്കൽ മേടിന്റെ വീഡിയോ ചെയ്യാമോ എന്ന്. തീർച്ചയായിട്ടും ചെയ്യാട്ടോ. നമുക്ക് അവിടെ അങ്ങനെ പോകാൻ ഉടനെ തന്നെ ഞങ്ങളൊരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ തീർച്ചയായിട്ടും രാമയ്ക്കൽ മേടിൽ പോയി ഒരാളെങ്കിൽ ഒരാൾ പറഞ്ഞതല്ലേ നമ്മളോട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യൂ കേട്ടോ. അപ്പൊ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തടാം നല്ല സോറി തരാം, തെറ്റിപ്പോന്ന് പറയുന്നൊക്കെ. അപ്പൊ ഏതായാലും ഇപ്പൊ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. ചേട്ടായി കുളിക്കാൻ പോയി. ചേട്ടായി കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും മുട്ട ചിക്കി പൊരിക്കണം. അപ്പം മുട്ട കുളിക്കാൻ പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങും. ഏതായാലും വീഡിയോ എടുത്തിട്ടേ കുളിക്കാൻ ചിലപ്പോൾ പോകത്തുള്ളൂ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ അല്ലു കുറച്ച് കേക്ക്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ കേക്ക് മേടിച്ചായിരുന്നേ. കുറച്ച് പീസ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഇത് 3-4 ദിവസമായി കിടന്ന് ഓടുന്നു. ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു. ഫ്രഷ് ക്രീം ആയതുകൊണ്ട് നന്നായിട്ടിരുന്നോളൂ. നല്ല കേക്കായിരുന്നു അല്ലേ? നല്ല സൂപ്പർ കേക്കല്ലായിരുന്നു അല്ലു? അപ്പം അല്ലു അമ്മയ്ക്കൊരു പീസ് തരണേ. ഞങ്ങളാണെങ്കിൽ അവിടെ പണി കഴിഞ്ഞു മടുത്തു ഞങ്ങള്. എനിക്ക് വേണ്ടത് വായിന്ന് പോയ സാറല്ലേ. പണി കഴിഞ്ഞ് ഞങ്ങള് മടുത്തു വന്നാ. ചോറ് വെച്ചിട്ടാ പോയത്. കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. രാവിലത്തെ കിഴങ്ങ് കറി ഇരിപ്പുണ്ട്. ഇനി മുട്ട പൊരിക്കണം. ദൈവമേ, ഞാൻ പേടിച്ചു പോയി ചേട്ടായി. ഞാൻ പേടിച്ചു പോയി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ കിടക്കുന്ന ഒരു സാധനം, പാമ്പ് കിടക്കുന്നേ. അതെ, ഇപ്പൊ ഞങ്ങൾ പണിതോണ്ടിരുന്നപ്പോ ഒരു പാമ്പിനെ ഞങ്ങള് കണ്ടിട്ട് വന്നതാ. എന്റെ കാലേ കയറിയുന്നേ. ഞാനാണെങ്കില് എടുത്ത് കുഴി എടുക്കുക വേസ്റ്റ് വെട്ടി മൂടാന്. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ചുമല കളർ. അത് എന്നതായിരുന്നു? ഈ ആണലിന്റെ വേറെ ഇനമായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ട് വന്നത്. അതുകൊണ്ട് കണ്ട കാലക്കട കയറി ഭാഗ്യത്തിന് ഞാൻ അതിനൊന്നും ചെയ്തില്ല. പെട്ടെന്ന് കാല് മാറ്റിയോണ്ട് പെട്ടെന്ന് ഞാന് രക്ഷപ്പെട്ടു പോകുന്നു. ഇല്ലായിരുന്നു ഇപ്പം ചിലപ്പോ മൂക്കി പഞ്ഞു വെച്ച് പെട്ടിക്കത്ത പുതിയ വീട്ടിലേക്ക്. അപ്പൊ ഞാന് 4 മുട്ടയല്ല 10 മുട്ടയുണ്ട്. ഇപ്പൊ 4 മുട്ട മതി. 15 അല്ല, സത്യത്തിൽ 5 മേടിച്ചോ? 15 2, 4, 6, 8, 10 കറക്റ്റ് 10 മുട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ചുമ്മാ ഒന്ന് മീനൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങള് മുട്ട ചുമ്മാ ചിക്കി എടുക്കുവാണേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുമ്മാ പൊട്ടിച്ചൊഴിച്ചിട്ട് ചിക്കി അങ്ങ് എടുക്കാം. അപ്പൊ ഏതായാലും നമുക്ക് ചോറുണ്ടാമേ മുട്ട ചിക്കിയിട്ട്. അപ്പൊ മുട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ ഒഴിച്ചു. സബോള കിട്ടണോ ചേട്ടായി? അത് ചുമ്മാ ചിക്കി ഇങ്ങനെ സബോള ഒന്നും വേണ്ടത്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോ ഇങ്ങനെ പെട്ടെന്ന് ചുമ്മാ നമ്മള് പറ്റിച്ച് ഇങ്ങനെ പെട്ടെന്ന് വറുത്തിങ്ങനെ എടുക്കണം. ആ എണ്ണ ഒന്ന് ചൂടാകട്ടെ. അല്ല മാറി നിൽക്കാലോ, മാറി നിന്നോ, അല്ല ശരിയാവുമല്ല. ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷെ കോവയ്ക്ക മെഴുക്കുവരട്ടി നല്ലതുണ്ട്. കിഴങ്ങ് രാവിലത്തെ കിഴങ്ങ് കറി ഇരിപ്പുണ്ട്. പിന്നെ ഇത് തീർന്നോ? ഇത് ചട്ടി മാത്രമേ ഉള്ളൂ. ചട്ടി എനിക്ക് വേണം. ചട്ടി എന്നും ചേട്ടായി എടുക്കുന്നത് ലാസ്റ്റ് തീരുമ്പം. തെരണ്ടിയായിരുന്നു. തെരണ്ടി കുറച്ചിരുന്ന് ഞാൻ ഇന്നലെ എടുത്ത് വറുത്തതാ. മീനിന് ഭയങ്കര വിലയാണ് സത്യത്തിൽ. നമ്മളിപ്പം മീൻ അങ്ങോട്ട് ഒഴിവാക്കി. മീനിന് മത്തിക്ക് 400 രൂപയാ മത്തിയുടെ വില. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മീൻ മേടിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ കിച്ചുവാണ് മീൻ മേടിച്ചില്ലെങ്കിൽ അവതാളത്തിലാകും. ഞങ്ങളുടെ പൂച്ചയ്ക്ക് എപ്പോഴും മീൻ വേണം. മീനില്ലാതെ അവരൊന്നും തിന്നില്ല. ഇച്ചിരി മാറ്റിക്കാൻ അതുപോലെ അത് മതി. എനിക്ക് ഇച്ചിരി മതി. ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണ്ട, മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി സാധാരണ മുട്ടയ്ക്ക് ഇടാറില്ല. ഇനി ആരെങ്കിലും മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ കലക്കണമായിരുന്നു. അല്ല ഇങ്ങനെ വേർതിരിഞ്ഞ് ഇങ്ങനെ കിടക്കും. ഇതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ മഞ്ഞ കളറായി. എണ്ണ കൂടുതലാണ്.
അയ്യോ ഈ എണ്ണ കുറച്ചാണ് ഞാൻ ഒഴിച്ചത്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ എണ്ണ ഒഴിക്കുന്നുണ്ടോ ചേട്ടാ എന്താ വെച്ചാൽ അല്ലു ലൈറ്റ് ഇട്ടേ അല്ലു. ലൈറ്റ് ഇല്ലാത്തോണ്ടാ വെട്ടക്കുറവ്. മുട്ട മാത്രം കാണിക്കാതെ ഞങ്ങളെയും കാണിക്കാം. ചേട്ടാ ഈ മുട്ട മാത്രം കാണിക്കാം. ബ്ലോഗ് എടുത്ത് വലിയ പരിചയമില്ലാത്തോണ്ടേ. അപ്പൊ ഇത് ഒത്തിരി ഒത്തിരി ഇളക്കി കൊടുക്കല്ലേ. എപ്പോഴും ഇളക്കി കൊടുത്താലേ വലിയ പീസായി പോകില്ല, ചെറിയ പീസാവും. എപ്പോഴും ഇളക്കാതെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുവാണെങ്കിൽ വലിയ പീസായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ചെറിയ പീസായി പോകും. എല്ലാ പീസാണെങ്കിലും ഒരേ ടേസ്റ്റ് കണ്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഇങ്ങനെ 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 വേവിച്ച് കൊടുക്കും. വലിയ പീസ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഉപ്പുമാവ് അങ്ങനെയല്ലേ മാവിട്ട്. ചേട്ടായിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇതൊക്കെ ഉണ്ടാക്കും. ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ചേട്ടായി ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടായി ആകെ ഉണ്ടാക്കി തന്നിട്ടുള്ള ചമ്മന്തി കണ്ട് ഒരു തവണ. ഏത്തക്കാവളി ഉണ്ടാക്കും. ഏത്തക്കാമോളി കണ്ട് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്ത്. കല്യാണം കഴിഞ്ഞ് വന്ന സമയമല്ല, ഞാൻ വന്ന സമയത്ത്. നിങ്ങളുടെ കല്യാണമായിട്ടൊന്നും നടത്തിയില്ല. അതൊക്കെ പിന്നെ പറയാം. അതൊക്കെ പിന്നെ പറയാം. അതൊക്കെ പിന്നെ പറയാം. തുടക്കത്തിലാണെന്ന് പറഞ്ഞ് ശരിയാവുക. ചെറുതാവുന്നതാണ് ഇഷ്ടം. ചേട്ടാ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത് ഒരേ ടേസ്റ്റ് അല്ലേ. ഉപ്മാവ് തിന്നോളൂ. ചേട്ടാ എന്നാ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ പക്ഷെ കറക്റ്റ് ആയിട്ട് ഇതാ ഉദ്ദേശിച്ചത്. ഇനി ഇത് മതി. ഇത് ചെറുതാക്കാൻ പറ്റില്ല. അല്ലെ ചെറുതിലേ ചെറുതാക്കണമായിരുന്നു. ചെറുതിലേ അല്ല ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെറുതാക്കണമായിരുന്നു. പക്ഷെ ആരും ഇത് ഒത്തിരി മൂത്താ കൊള്ളുവല്ല. ഒരു ഇച്ചിരി ഒരു ഇത് വേണം. അപ്പൊ കണ്ടോ ഞങ്ങളുടെ മുട്ട വറുത്തത് റെഡിയായി. ഞാനൊന്ന് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. ഉപ്പ് നോക്കി ഇപ്പൊ മുട്ട തീരുമോ? ഉണ്ട്. ചൂടാ. മതി. എനിക്ക് സത്യം പറഞ്ഞ സബോള ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടം. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇങ്ങോട്ട് വെക്കാം. കോവയ്ക്ക മെഴുകുവരട്ടിയുണ്ട്, മുട്ട വറുത്തതുണ്ട്, ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. എന്നാ ഞങ്ങൾ കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഇതിന്റെ ബാലൻസ് പിന്നെ എടുക്കാം. ഇപ്പൊ കുളിച്ചിട്ട് അതിലേക്കൂടെ കിടന്ന് മൊത്തം പഴുതായിരുന്നു. അവിടെ മൊത്തം അഴുക്കായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ ചേട്ടായി കുളിക്കാൻ പോയ സമയം കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോറ് വിളമ്പി കേട്ടോ. അപ്പൊ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ചോറെടുത്ത് വെക്കാമല്ലോ. അപ്പം മുട്ട ഇതാണ് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി കേട്ടോ. കോവയ്ക്ക മെഴുക്കുവരട്ടി എന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയും. ചിലവരുടെ നാട്ടിൽ ഇതിന് ഉപ്പേരി, കോവയ്ക്ക ഉപ്പേരി എന്നൊക്കെ പറയൂ അല്ലേ. ഞങ്ങളുടെ ഇവിടെ മെഴുക്കുവരട്ടിയാണ് ഇതേ. കോവയ്ക്കയും ഞാൻ പെട്ടെന്നൊന്ന് തയ്യാറാക്കി എടുത്ത കൊച്ചിന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കോവയ്ക്കയും പച്ചമുളകും ചെറിയ സബോളയും കൂടി ഇട്ടിട്ട് വഴട്ടി എടുത്താണ് കേട്ടോ. പിന്നെ ഒരു കറിയും കൂടെ ഉണ്ട്. കിഴങ്ങ് ഇത് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ കിഴങ്ങ് കറി. സ്പെഷ്യൽ കിഴങ്ങ് കറി ഞാൻ ചോറിൻ്റെ കൂടെ വെക്കാൻ ഉണ്ടാക്കിയതല്ല. രാവിലെ ഞങ്ങൾക്ക് പൂരി ആയിരുന്നു. അപ്പോൾ പൂരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ കിഴങ്ങ് കറി. അത് നമുക്ക് ചേട്ടായിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാമേ. ചേട്ടായിക്ക് കിഴങ്ങ് കറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ കിഴങ്ങ് കറി. അതുകൊണ്ട് ഞാൻ ഒരു ശകലം എടുക്കുന്നുള്ളൂ. നിങ്ങൾ ഓർക്കും ഇവിടെ എന്താ പച്ചക്കറി ഇരിക്കുന്നതല്ല. ഞാനത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചില്ല. അപ്പം അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. നമ്മൾ കിഴങ്ങ് കറി വെച്ചു. പിന്നെന്തുവാ വേണ്ടേ? പിന്നെ ചേട്ടായിക്ക് കോവയ്ക്ക ഇഷ്ടമല്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കിയതല്ലേ വെച്ചേക്കാം അല്ലേ. ചേട്ടായിക്ക് ഇച്ചിരി കോവയ്ക്ക വെച്ചു. ചട്ടി വേണമെന്നാണ് പറഞ്ഞത്. മീൻ ചട്ടി കൊടുക്കണം. ഞാനും എനിക്ക് ഇച്ചിരി കോവയ്ക്ക വെച്ചു കേട്ടോ. പിന്നെ മുട്ട നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ. അപ്പത്തേ ഞങ്ങൾ ചോറുണ്ണാൻ പോവുകയാണ്. ചേട്ടായി ചോറുണ്ട് തുടങ്ങി. അല്ലു വരുന്നില്ല ചോറ് കഴിക്കാൻ. അല്ലു പിണങ്ങിയിരിക്കുവാണ് കേട്ടോ. അല്ലുവിന് ഭയങ്കര പിണക്കം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചേട്ടയുടെ ചട്ടി, ചേട്ടയുടെ സ്പെഷ്യല്. ഈ മീൻ ചേട്ടായിക്ക് വേണ്ടല്ലോ, ചട്ടി മാത്രം മതി ചേട്ടായിക്ക്. തെരണ്ടി മീൻ അല്ലുവിന്റെ ഫേവറേറ്റ് ആണ് തെരണ്ടി മീൻ. അപ്പൊ ഇതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കായിരുന്നു. അല്ലുവിന് വഴക്ക് പറഞ്ഞിട്ടാ.
ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇതങ്ങോട്ട് വെക്കണം, ഒരു തെരണ്ടി കഷ്ണം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് കഴിക്കണം. ഇനി ഫോൺ കൈമാറാൻ വയ്യ, ഞാൻ തന്നെ പിടിച്ച് കഴിച്ചോളാം. വാവ്, എന്തോ കറി ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒത്തിരി കറി ഉള്ള പോലെ തോന്നുക. കോവയ്ക്ക വേകാനുണ്ട്. രാവിലെ ധൃതിക്ക് വെച്ചോണ്ട് കോവയ്ക്ക വെന്തില്ല. അത് പിട ഇനിയിപ്പോ എന്നാ ചേട്ടയ്ക്ക് നാണമാണ്, അതുകൊണ്ട് ഞാനത് പിടിക്കുന്നില്ല. 2-3 വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ചേട്ടൻ്റെ നാണം മാറും. എന്നാൽ പിന്നെ ചോറ് തിന്നോന്ന് സംസാരിക്കാൻ ഭയങ്കര പാടാ. എന്നാൽ ഞങ്ങൾ ചോറിനാൻ പോവാം കേട്ടോ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പം നാളെ ഞങ്ങൾ പോകുന്നുണ്ട് വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി. അപ്പം നമുക്കത് വീട് വൃത്തിയാക്കൽ 2 പോർഷൻ ആക്കാം അല്ലേ? വീട് വൃത്തിയാക്കൽ 2 പാർട്ട് 2 എടുക്കാം. നാളെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ കൊണ്ടുപോയി വെക്കാന്നൊക്കെ ഓർത്ത്, അത്യാവശ്യം അടുക്കള സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം വൈകിട്ട് എല്ലാവരും മറക്കരുത്, നമ്മുടെ ചിൽച്ചിൽ ചുന്നുവിൽ രേവതിയുടെ സച്ചിയുടെ കഥ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ പറയണമല്ലോ. ഇതേ കണ്ടില്ലേ അവിടെ കാണിക്കുന്ന പരിപാടി കണ്ടോ? ആ ചട്ടിയിലേക്കാക്കി ഇനി അതൊരു തട്ടും. ഞങ്ങൾക്ക് ചിലപ്പോൾ ഓരോ വായൊക്കെ തരും, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേട്ടായി. ഓക്കേ.